കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഫേസ്ബുക്കിൽ നമ്മൾ മുമ്പ് കണ്ട വീഡിയോ നമുക്ക് എങ്ങനെ വീണ്ടും കാണാം. അത് തെരഞ്ഞെടുത്ത് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ മുമ്പ് കണ്ട വീഡിയോകൾ ഫേസ്ബുക്കിൽ നിന്ന്, അത് കഴിഞ്ഞ ദിവസമായാലും വളരെ മുമ്പായാലും എപ്പം കണ്ട വീഡിയോ ആയാലും ഫേസ്ബുക്കിൽ ഒരുത്തിൽ സേവ് ആയി നിൽക്കുന്നുണ്ടാവും. അത് എവിടെയാണെന്നുള്ളത് എങ്ങനെയാണെന്ന് കാണുക എന്നുള്ളതാണ് വീഡിയോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് കാണാം. ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരുപാട് ആൾക്കാരെ ഒരു സംശയമാണ്, ഈ കണ്ട വീഡിയോകൾ നമുക്ക് ഒന്നിച്ചെങ്ങനെ ഡിലീറ്റ് ചെയ്യാം. നമ്മളെ കാണിച്ചു തന്നെ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, നമുക്ക് വേറൊരു ഭാഗത്താണ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പം ഫേസ്ബുക്കിലെ നമ്മളെ വാച്ച് ഹിസ്റ്ററി, നമ്മൾ മുമ്പ് കണ്ട വീഡിയോകൾ അതെങ്ങനെ ഡിലീറ്റ് ചെയ്യാം, അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോ. തീർച്ചയായിട്ടും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ആദ്യം നമുക്ക് ഫേസ്ബുക്ക് ഒന്ന് തുറന്നിട്ട് മേലെ വലത് ഭാഗത്ത് 3 ലൈന്, അതിലൊരു തട്ട്, എന്നിട്ട് താഴേക്ക് പോവുക. അവിടെ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ളിടത്തിൽ ഒരു തട്ട് കൂടി, എന്നിട്ട് സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം താഴേക്ക് പോവുക. ഇവിടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ യുവർ ഇൻഫർമേഷൻ എന്നുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ ഫസ്റ്റ് ഓപ്ഷൻ ആക്ടിവിറ്റി ലോഗ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമ്മളെ പ്രൊഫൈലായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഒക്കെ ഇവിടെ നമുക്കറിയാം. ഇതിൽ ഒരു നീല എഴുത്തിൽ കുറച്ച് കാണാം, ആർക്കൈവ്, റീസൈക്കിൾ ബിൻ എന്നുള്ളതിന്റെ താഴെയായിട്ട് സ്റ്റോറി, ആക്ടിവിറ്റി, പേജ് ലൈക്സ്, അങ്ങനെ കുറെ കാണാം. ഇതൊന്ന് ഇങ്ങോട്ട് ഇങ്ങനെ നീക്കിയാൽ വീഡിയോസ് വാച്ച്ഡ്, ഇതൊന്ന് ഞെക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് കണ്ട വീഡിയോകൾ കംപ്ലീറ്റ് അതിൻ്റെ ഒരു ഹിസ്റ്ററി ആയിട്ട് ഇവിടെ കാണാം. പക്ഷെ ഇതുമ്മ കൂടുന്ന വാച്ച് ചെയ്യാനൊന്നും ആകില്ല കേട്ടോ, ഡിലീറ്റ് ചെയ്യാനാവും. ഇത് നമുക്ക് മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഓരോന്നും ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് ഓപ്ഷൻ വരും, ഡിലീറ്റ് കൊടുക്കുക, അങ്ങനെ ഡിലീറ്റ് ചെയ്യുക ഓരോന്നോരോന്നായിട്ട്. അല്ലെങ്കിൽ ഇവിടെ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഫിൽറ്റർ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഏത് ഡേറ്റിലുള്ള അല്ലെങ്കിൽ ഏത് വർഷത്തെ ആണെന്ന് നമുക്ക് അവിടെ എൻ്റർ ചെയ്തിട്ട് അങ്ങനെ ഡിലീറ്റ് ചെയ്യാം. അതും അല്ലെങ്കിൽ ഏറ്റവും മേലുണ്ട് ക്ലിയർ വാച്ച് ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് മൊത്തം ഡിലീറ്റ് ചെയ്യാം. എങ്ങനെ ആയാലും നമ്മൾ വാച്ച് ചെയ്ത എല്ലാ വീഡിയോകളും നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. ഈ ചങ്ങായി എന്താ ഇങ്ങനെ മെല്ലെ പറയുന്നതെന്ന് വിചാരിക്കേണ്ട, ആരൊക്കെയോ പറയുന്നിട്ടിക്ക് എൻ്റെ സ്പീഡ് കൂടിപ്പോയി എന്ന്. അതിപ്പോൾ ഇങ്ങൾക്കും നേരെ ഉണ്ടാകില്ല, എനിക്ക് നേരത്തിന് കുഴപ്പമൊന്നുമില്ല. അപ്പം വീഡിയോ വേഗം അങ്ങ് തീർന്നാൽ പറയേണ്ട കാര്യങ്ങൾ വേഗം അങ്ങ് പറഞ്ഞാൽ അങ്ങ് പോയിക്കൂടെ എന്ന് വെച്ചിട്ട് പറയുന്ന ഏസം സ്പീഡിൽ. എന്നാ പിന്നെ സ്പീഡ് കുറയ്ക്കുക, എനിക്ക് തിരക്കൊന്നുമില്ല. ഇനിയിപ്പം വേറൊരു ഓപ്ഷൻ കൂടി ഇവിടെ ഉണ്ട്. നമ്മളിപ്പം വാച്ച് ചെയ്ത വീഡിയോസ് മാത്രമാണ് ഡിലീറ്റ് ചെയ്തത്. സെർച്ച് ചെയ്ത വീഡിയോസോ, ഇതാ വീഡിയോസ് സെർച്ച്ഡ് എന്നുള്ള ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്ത വീഡിയോ നേരത്തെ ക്ലിയർ ചെയ്ത പോലെ ഇവിടുന്ന് ക്ലിയർ ചെയ്യാം. സംഭവം ചോറല്ലേ? അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാനൊന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അറിഞ്ഞൂടാത്ത ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ടാവും. നിങ്ങളെ ചങ്ങായിമാരായിട്ട് ഓലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.